ഇന്ന് നമ്മൾ ഗരം മസാലയാണ് തയ്യാറാക്കുന്നത്. കേരളത്തിൽ യൂസ് ചെയ്യുന്ന ഗരം മസാലയുടെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ പെരിഞ്ചീരകം ഞാൻ 2 കപ്പ് പെരിഞ്ചീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 2 കപ്പ് പെരിഞ്ചീരകം, ഇത് ഒരു പിടി ഒരു കുറച്ച് ജാതിപത്രി, 1/3 കപ്പ് ഗ്രാമ്പു, 1/3 കപ്പ് ഏലക്ക, 1/3 കപ്പ് കുരുമുളക്, 1/2 കപ്പ് കറുവാപ്പട്ട, 1/3 കപ്പിൻ്റെ പകുതിയാണ് തക്കോലം എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പെരിഞ്ചീരകമാണ് കൂടുതൽ എടുക്കാറ്. വളരെ മൈൽഡ് സ്പൈസാണ് നമ്മുടെ പെരിഞ്ചീരകം. അപ്പോൾ നമ്മളൊരു ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിക്കോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറികളൊക്കെ വെക്കാൻ ജസ്റ്റ് പെരിഞ്ചീരകം മാത്രം ചേർത്താലും നമുക്ക് നല്ല ടേസ്റ്റുള്ള കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ കറിക്ക് നമ്മൾ മറ്റൊന്നും ചേർത്തില്ലെങ്കിലും പെരിഞ്ചീരകം മാത്രം ചേർത്ത് മസാല ബാക്കി മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൊടുത്തിൽ പെരിഞ്ചീരകം മാത്രം അരച്ച് ചേർത്ത് കറി വെച്ചാലും ടേസ്റ്റുള്ള കറി നമുക്ക് കിട്ടും. നമുക്കിത് 2 തരത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് വറുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിക്കാം. വറുത്തിട്ടോ ചൂടാക്കിയിട്ടോ, മൂപ്പിച്ച് വറക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് മൂപ്പിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മസാലയുടെ പച്ച ടേസ്റ്റ് വേണ്ട കറികൾക്കുണ്ടല്ലോ ഈ ഗരം മസാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം വറുത്തതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ മസാലകൾ ബാക്കി ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ വറുത്താൽ മതി. അപ്പോൾ വറുത്ത ടേസ്റ്റ് കിട്ടും. അതുപോലെ കസ്കസ് നമുക്ക് ഇങ്ങനെ കടയിൽ മേടിക്കാനായിട്ട് കിട്ടും, അതും മേടിച്ച് ഈ കൂട്ടത്തിൽ ചേർക്കുക. ഇപ്പോൾ കുരുമുളക് ചേർക്കാതിരിക്കാം, പക്ഷേ ചേർക്കുന്നതാണ് മോർ ടേസ്റ്റി ആയിട്ടുള്ളത്. വളരെ ലൈറ്റായിട്ട് നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ഇതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പെരിഞ്ചീരകം തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്യണം, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊരു പാൻ എടുത്ത് നമുക്കിപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാം. ഗ്രാമ്പു, കറുവാപ്പട്ട ഇവിടെ മുഴുവൻ ഞാൻ ഒടിച്ച് ഞെറുക്കിയിട്ടേക്കുന്നതാണേ. കുരുമുളക്, ഏലക്ക, ഇതിനെ വീണ്ടും നമുക്കൊന്നുകൂടെ ചെറുതാക്കി ഒടിക്കാം. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും. ഇതിങ്ങനെ ബൾക്കായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ആയാലും മീറ്റ് ആയാലും ഏത് മീറ്റിനും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾ കറികൾ വയ്ക്കുമ്പോഴും ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇറച്ചിക്ക് ഉപയോഗിക്കുന്നത് പോലെ അത്രയും തന്നെ അളവ് ഇതിലേക്ക് ഉപയോഗിക്കരുത്. നമ്മൾ മസാലകളൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിനകത്തൊക്കെ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാനിൻ്റെ കോട്ടിങ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലകൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി എന്ന് കാണുമ്പോൾ തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. കാരണം നമുക്കിത് ഒത്തിരി ഫ്രൈഡ് മസാലയുടെ ടേസ്റ്റ് നമുക്ക് വേണ്ട, ഒരു ചൂടായിട്ട് പൊടിക്കാൻ എളുപ്പത്തിന് ചൂടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് ഉണക്കി അതിൻ്റെ ടേസ്റ്റ് മാറത്തക്ക രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യണ്ട. അങ്ങനെ ചെയ്തും നമുക്ക് പൊടി എടുത്ത് വയ്ക്കാം, പക്ഷേ ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഫ്രൈഡ് മസാലയായിട്ട് ഉണ്ടാക്കാവുള്ളൂ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിനൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റുകയാണ്. വീണ്ടും ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചു, തീ കത്തിച്ചു. ഇനിയുണ്ടല്ലോ നമ്മുടെ പെരിഞ്ചീരകം, ഇതൊക്കെ നന്നായിട്ട് കടയിൽ നിന്ന് മേടിച്ച് കഴുകി പേറ്റിയെടുത്ത് വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇതിനൊക്കെ ഉള്ള അതിനകത്ത് പൊടിയൊക്കെ കാണും. ഇതും അതുപോലെ തന്നെ ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ചൂടാക്കുക. ഇനി അതിലേക്ക് നമ്മൾ ജാതിപത്രി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത്രയും ഇടുക. പെരിഞ്ചീരകത്തിൻ്റെ കളറ് മാറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. കസ്കസും കൂടെ ചേർക്കാം. ഇട്ട് നോക്കുക, നന്നായിട്ട് ചൂടാകുമ്പോഴേ തീ ഓഫ് ചെയ്ത് വയ്ക്കുക. ഈ 50 ഗ്രാം കസ്കസ് എന്ന് പറഞ്ഞത് 1/3 കപ്പാണ്. ഞാനിവിടെ തീ ഓഫ് ചെയ്തു. പെരിഞ്ചീരകം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടൊന്ന് ഇളക്കിയാൽ മതി. മസാല എന്നത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് നല്ല പൗഡറായിട്ട് നമുക്കത് പൊടിച്ച് വയ്ക്കാം. ഞാനിവിടെ തക്കോലം എടുത്ത് വെച്ചിരുന്നു, പക്ഷേ ആദ്യമേ ഞാൻ ആ വറുത്ത് കൊടുത്തിട്ട് വറക്കാനായിട്ടത് മറന്നുപോയി. മിക്സിയുടെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യമേ നമുക്ക് ഈ വലിപ്പമുള്ള
ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക് എല്ലാം കൂടെ കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ സ്പൈസും കൂടി ഇട്ട് ഞാനിവിടെ തക്കോല ഉൾപ്പെടെയുള്ള സാധനങ്ങളിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ ഈ പൊടിച്ചതുണ്ടല്ലോ, നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 2 ഗുണമാണ്. പെരുംജീരകം മാത്രം ചേർക്കേണ്ട കറിക്ക് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി സെപ്പറേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ആവശ്യാനുസരണം ഇതും അതും കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിങ്ങനെ 2 തരത്തിൽ വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് മൊത്തത്തിൽ ഒന്നിച്ചിട്ട് പൊടിക്കുകയാണ്. ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് പെരുംജീരകം കുറേശ്ശെയായിട്ട് ചേർത്ത് ബാക്കിയും കൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗരം മസാല തയ്യാറായി. അപ്പോൾ ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് തെള്ളിയെടുക്കാം, ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് ഒരു അല്പം തരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തെള്ളി എടുത്തിട്ടാണെങ്കിൽ ഒന്നും കൂടെ പൊടിക്കാം, ഫൈൻ പൗഡറാക്കി വെക്കുകയും ചെയ്യാം. ഇനി നിങ്ങളിങ്ങനെ ഗരം മസാല ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് കുറഞ്ഞ പോലെ തോന്നും, അല്ലെ ഏതെങ്കിലും കറികൾ വയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമുക്കൊരു അല്പം ഏലക്കായുടെ ടേസ്റ്റ് ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഈ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ 1-2 ഏലക്ക ഒന്നെങ്കിൽ വറുത്ത് പൊടിച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുന്ന ഒപ്പം മസാല വഴറ്റുന്ന കൂട്ടത്തിൽ 2 ഏലക്ക ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ആ ചിക്കൻ കറിക്കുള്ള ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ മട്ടൺ കറി വയ്ക്കുമ്പോൾ കൂടുതൽ കറുവപ്പട്ട ചേർക്കുക. അതുപോലെ ബീഫ് കറി വെക്കുമ്പോൾ അല്പം ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ എക്സ്ട്രാ വറുത്ത് പൊടിച്ച് ചേർക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോ കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ ഒരു ബീഫ് കറി വെക്കാനും ചിക്കൻ കറി വെക്കാനും എല്ലാത്തിനും നമുക്ക് ഈ സെയിം മസാല തന്നെ മതി. നമുക്കൊരു എക്സ്ട്രാ ഫ്ലേവറിനും വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ കറികൾ വയ്ക്കുമ്പോൾ ഇതിലൊരല്പം നമ്മുടെ ഈ മോരിനൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം കൂടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് നിങ്ങൾക്ക് ഗരം മസാല 2 തരത്തിലുണ്ടാക്കാം, വറുത്തുണ്ടാക്കാം, പച്ചയ്ക്കുണ്ടാക്കാം. അപ്പോൾ ഇത് പച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടായത് നമ്മൾ മസാല ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ, ഇത് വറുത്ത ടേസ്റ്റ് ഇതിന് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ ഗ്രാമ്പു, ഏലക്ക, പട്ട, തക്കോലം അതെല്ലാം കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വയ്ക്കുക. വേറൊരു പാത്രത്തിൽ പെരുംജീരകം തന്നെ പൊടിച്ച് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് പലപ്പോഴും പല കറികൾക്കും പെരുംജീരകത്തിൻ്റെ പൊടി മാത്രം മതി. അപ്പം നമുക്ക് എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പെരുംജീരകം പൊടിക്കാനായിട്ട് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നല്ല കുപ്പിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ കുപ്പിയിലേക്ക് ഡയറക്റ്റ് ഇടുന്നതിൽ നല്ലത് പ്ലാസ്റ്റിക് കൂടുണ്ടെങ്കിൽ കൂടിനകത്ത് ഇട്ടതിന് ശേഷം കുപ്പിയിലേക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഒന്നും ഒട്ടും പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അതിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി ഏറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിത് വളരെ ഭദ്രമായിട്ട് എനിക്ക് സൂക്ഷിക്കണം. ഇത്രയും തീരണമെന്നുണ്ടെങ്കിൽ കുറേ കാലം എടുക്കില്ലേ. അപ്പോൾ നമുക്ക് 1 കിലോ ബീഫ് കറി വെക്കാൻ, കൃത്യം 1 കിലോ ബീഫ് കറി വെക്കാനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ബീഫ് കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ 1 മുതൽ 1.5 വരെ എന്ന് ഈ ഗരം മസാലയുടെ കാര്യം പറഞ്ഞത്, നമ്മൾക്ക് ഓരോരുത്തർക്കും മസാലയുടെ ടേസ്റ്റ് എന്തുമാത്രം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത്. മസാല നന്നായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ ചേർക്കുക, പിന്നീട് ബാക്കി ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഇറച്ചിയും ചിക്കനും ഒക്കെ കറി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കേരള സ്റ്റൈല് ഗരം മസാലയുടെ ഒരു രീതി. ഇനി നമുക്ക് ഇതിനകത്ത് ബേ ലീവ്സ് ഒക്കെ ചേർക്കുന്നവരുണ്ട്, അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും ലൈറ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ, അതായത് സ്പൈസ് തീരെ കുറച്ച് മതി എന്നുള്ളവർ പെരുംജീരകം മാത്രം ചേർത്തുണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം വയറിനൊക്കെ ഒത്തിരി പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ പെരുംജീരകം ഉപയോഗിക്കുക. പെരുംജീരകം തന്നെ ചേർത്ത് കറി വെച്ചാലും നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട ഹോട്ടായിട്ടുള്ള സ്പൈസസ് ആണ്. അപ്പോൾ വയറിന് എന്തെങ്കിലും സ്പൈസ് കൂട്ടി വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് അത് ഉപയോഗിക്കുക. ഒരു പ്ലാസ്റ്റിക് കൂട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇറക്കുക. അപ്പോൾ ഇതിൻ്റെ മണം ഒട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏറെ മസാല ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അത് സൂക്ഷിക്കണം. ഇനി ഇതെനിക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ളതാണേ. കണ്ടില്ലേ, ഇനി ഇതിനെ ഞാൻ ഒന്ന് ചുറ്റിക്കെട്ടി, ഇതിപ്പോൾ നമ്മൾ ആ ചൂടോടെ തന്നെ ഇടരുത്,
ഒരു അല്പം തണുത്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് അടപ്പെടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗരം മസാല ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ അവനവൻ്റെ വീട്ടിൽ ഗരം മസാല ഉണ്ടാക്കുക, മല്ലി മുളക് മേടിച്ച് പൊടിപ്പിക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഒന്നാന്തരം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.